ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗം. സെബദി പുത്രന്മാരുടെ ഈശോയുടെ മുമ്പിലുള്ള അഭ്യർത്ഥനയും ഈശോ കൊടുക്കുന്ന ഉത്തരവും അതിനോടുള്ള അവരുടെ പ്രതികരണവുമൊക്കെയാണ് ഇന്നത്തെ തിരുവചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. ഇതേ സുവിശേഷ ഭാഗം ലൂക്കാ സുവിശേഷകൻ സെബദി പുത്രന്മാരുടെ അമ്മ വഴി ഈശോയുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു അഭ്യർത്ഥന എന്ന നിലയിലാണ് അവതരിപ്പിച്ചിരിക്കുക. ഏത് രീതിയിലാണ് സംഭവിച്ചതെങ്കിലും സെബദി പുത്രന്മാർ അധികാരമോഹികളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക. അവർ രണ്ടുപേരും കൂടെ ഈശോയോട് ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രം, അങ്ങ് രാജ്യത്തിൽ രാജാവായിട്ട് കടന്നു വരുന്ന ആ നിമിഷം ഞങ്ങളിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവരുടെ ഇടതുവശത്തും ഇരിക്കാനിടയാകണം. മുഖ്യമായ 2 പദവികൾ നിൻ്റെ ഇടതും വലതും ഇരുന്നു കൊണ്ട് ദൈവജനത്തെ ഭരിക്കാനുള്ള അധികാരത്തിൻ്റെ ചെങ്കോൽ അത് ഞങ്ങളുടെ കയ്യിൽ നീ വെച്ച് തരണം. ഈശോ കൊടുക്കുന്ന ഉത്തരം, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ എന്നതാണ്. കുടിക്കും എന്ന് അവർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ ആത്മീയമായ ഒരുപക്ഷെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഉൾവിളി സ്വീകരിച്ചുകൊണ്ടാണ് എങ്കിൽ കൂടിയുള്ള ആ പ്രതികരണം ഈശോയ്ക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അത് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഈ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമുണ്ടല്ലോ, എനിക്ക് ഇലക്ഷനിൽ മത്സരിക്കണം, ഞാൻ MP ആണ് എങ്കിലും എനിക്ക് ഇലക്ഷനിൽ മത്സരിക്കണം. ഒരു രാഷ്ട്രീയ നേതാവ് 3-4 ദിവസം ഒരുപക്ഷെ ഒരു ഭരണ തുടർച്ചയെ തടഞ്ഞു നിർത്തി പുതിയൊരു സംവിധാനത്തിന് രൂപീകരിക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിരിക്കെ അതിനു മുമ്പിൽ കിടന്ന് വല്ലാണ്ട് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അധികാരത്തിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന ചെങ്കോല് അത് കയ്യിൽ പിടിക്കാനുള്ള വ്യാമോഹം, കോടിക്കണക്കിന് രൂപ മുടക്കി MP സ്ഥാനത്ത് എത്തിയ ഒരു വ്യക്തി അതെല്ലാം തച്ചുടച്ചതെല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഇവരെയൊക്കെ പടുത്തുയർത്തിയ ജനം വിഡ്ഢികളാണ് എന്ന് നമ്മെ നോക്കി പ്രഖ്യാപിക്കുകയാണ്. ഈ അധികാരത്തിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന മണം പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അത് സഭാ നേതൃത്വത്തിലാണെങ്കിലും സംഘടനാ നേതൃത്വത്തിലാണെങ്കിലും അതേത് തലത്തിലാണെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ആഗ്രഹിക്കുന്ന അധികാരം എളിമപ്പെടലിൻ്റേതാണ്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. മുൻപിൽ നിന്ന് അധികാരത്തിൻ്റെ ചെങ്കോലുയർത്താൻ ആഗ്രഹിക്കുന്നവൻ പാദങ്ങൾ കഴുകുന്ന ശുശ്രൂഷകനായിട്ട് മാറണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിനിസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ശുശ്രൂഷകൻ എന്നാണ് എന്ന തിരിച്ചറിവ് പോലുമില്ലാതെ 10-50 വണ്ടികളുടെ അകമ്പടിയോടെ നാട്ടിലെ ജനങ്ങളെയൊക്കെ പിരിമുറുക്കത്തിലും പെരുവഴിയിലും നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കുന്ന ഈ പ്രകടനപരത കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പുച്ഛം തോന്നാല്ലേ നമുക്കെല്ലാവർക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ രാഷ്ട്ര നേതാക്കന്മാർ അവരെത്ര എളിമയോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു. അവരധികാരം കഴിഞ്ഞാൽ, അധികാരത്തിൻ്റെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ കഴിഞ്ഞാൽ വിനീതദാസരായിട്ട് വഴിയിലിറങ്ങുന്നു. കൊടി പിടിക്കാനും കൊട പിടിക്കാനും അവിടെയൊന്നും ആരെയും കാണാറില്ല. അണികളെ കൂട്ടത്തിൽ നിരത്തിയിട്ട് കാണിക്കുന്ന പ്രകടനപരതകളൊന്നും ഒരു LP സ്കൂളിൻ്റെ അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് വന്നാലും
ഒരു പഞ്ചായത്തിലെ നേതാക്കന്മാർ മുഴുവൻ ഈ വലിയ നേതാവിൻ്റെ ചുറ്റും കൂടി നിന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സഭ, നമ്മുടെ വ്യക്തിത്വങ്ങൾ ഒക്കെ ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അധികാരത്തിൻ്റെ മത്തിനെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം ചിന്തിക്കാം, എളിമപ്പെടാനുള്ള മനസ്സിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാം. സബദീപുത്രന്മാർ സഭയുടെ അധികാര സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ അതിൻ്റെ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഇവിടെയൊക്കെ പോരായ്മകളുണ്ട്. ദൈവരാജ്യത്തെ മുന്നിൽ കാണാൻ, ദൈവത്തെ മുൻപിൽ നിർത്താൻ, ദൈവത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ ഏറ്റെടുക്കുന്നത് എന്നും വിനീതദാസൻ്റെ ശുശ്രൂഷയാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് എല്ലാ അധികാര കേന്ദ്രങ്ങളും വരാൻ, അങ്ങനെയുള്ള അധികാര കേന്ദ്രത്തെ മാത്രമേ ഞാൻ പുൽകൂ എന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.